ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയമണ്ട് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ദുബായിലെ പോണ്ട് പാർക്കാണ്. ഇത് അൽനദ പോണ്ട് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ ഒരു നടുക്കൊരു തടാകമുണ്ട്. അപ്പോൾ ഇവിടെ ഫാമിലീസ് ഓൺലി എന്ന ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും കയറുന്നുണ്ട് അത്യാവശ്യം. അപ്പോൾ നല്ലൊരു പാർക്കാണ്. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അധികവും ജോലി ഭാരം കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വളരെ സ്ട്രെസ്ഡായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീക്കെൻഡിൽ ചിലവഴിക്കാൻ വരുന്ന നല്ലൊരു ഇടം കൂടിയാണിത്. നടത്തം പഠിക്കുന്ന കുഞ്ഞുങ്ങളും കുട്ടികളും അതുപോലെ എക്സസൈസ് ചെയ്യാൻ വരുന്നവർ, മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവർ, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പാർക്കിൽ അധികവും നമുക്ക് കാണാൻ പറ്റുക. പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെയുള്ള കുട്ടികളൊക്കെ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിൻ്റെ കൂടെ വന്നതായിരിക്കും. എന്നാലും ആൺകുട്ടികൾ മെയിനായിട്ട് മറ്റുള്ള കുട്ടികളോട് വേഗത്തിൽ തന്നെ കൂട്ടാവുകയും ഫുട്ബോൾ കളിക്കാൻ വേണ്ടി അവരുടെ ബോളൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് ആകെ കിട്ടുന്ന എൻജോയ് ചെയ്യാൻ കിട്ടുന്നത് ഇത്തരം പാർക്കുകളാണ്. ലൈഫ് എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതങ്ങളിലൂടെ സ്കൂൾ ലൈഫിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ മാക്സിമം സൈക്ലിങ്ങിലൂടെയും അതുപോലെ തന്നെ മറ്റു കുട്ടികളോട് പെട്ടെന്ന് അത് ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ല. കൂടുതൽ ആഫ്രിക്കക്കാരൊക്കെയാണ് നമ്മുടെ ഫുട്ബോളൊക്കെ കളിക്കാൻ കാണുന്നത്. അവർ നല്ല മികച്ച രീതിയിൽ കളിക്കും. അതേപോലെ എല്ലാവരെയും കൂട്ടി കോമൺ ലാംഗ്വേജ് ആയിട്ട് അവർ എങ്ങനെയൊക്കെയോ ഇംഗ്ലീഷിലോ എങ്ങനെയൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ നന്നായി എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പാർക്കിൽ നടന്നു ചുറ്റിക്കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത്തരം ചെറിയ വാഹനങ്ങളിലൂടെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് കാണുന്നത് വെള്ളം കെട്ടി നിർത്തിയതാണ്. അതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ. ഈ കാവി നിറത്തിലുള്ള റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് റബ്ബറൈസ്ഡ് റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പിടാതെ തന്നെ നല്ല ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നടക്കാം. കുഞ്ഞുങ്ങൾക്ക് നടക്കാം. അവർ വീണാലും തന്നെ ഒന്നും പറ്റില്ല. നല്ല ഇടതൂർന്ന മരങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നല്ല കൂളിംഗ് എഫക്റ്റും അതുകൊണ്ട് തന്നെ ഉണ്ട്. നടുക്ക് വെള്ളമാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് വീശുന്ന കാറ്റിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റും. ഇത് വേപ്പ് മരമാണ്, അതിങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പോലും നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ടിട്ടില്ലാത്ത പല മരങ്ങളും ഇവിടുത്തെ പാർക്കുകളിലൊക്കെ കാണാം. അതുപോലെ പൂച്ചകളെ നന്നായി ഇഷ്ടപ്പെടുന്നവരാണ് UAE നിവാസികൾ. ഇവർ പ്രത്യേകിച്ചും പൂച്ചകളെ നന്നായി പരിപാലിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഫുഡൊക്കെ നന്നായി കൊടുക്കും. ഓറഞ്ച് കളറിലുള്ള ഈ ഒരു മരം കണ്ടില്ലേ, ഇത് നിറയെ പൂക്കാറുണ്ട്. ഇത് അശോക മരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ. ഇനി ഇത് അശോക മരം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പറയണം. ഇതിനി അശോക മരം അല്ല കേട്ടോ, മാറിപ്പോയി എന്നത്. പൂവുകൾ പറിക്കുന്നത് നല്ല ബിഹേവിയർ അല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിനെ വെറുതെ വിട്ടേച്ച്. ഇനിയിപ്പം കാണാനുള്ളത് ഒരു പൂച്ചയാണ്. അതിന് കണ്ണ് കാണുന്നില്ല. പക്ഷേ ഇവിടെയുള്ളവർ പൂച്ചകളെ നന്നായി പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ അതിന് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതവിടെ കിടക്കുകയാണ്. What are you doing? നാട്ടിലെ കുട്ടികൾ കല്ലും മണ്ണും ഒക്കെ വെച്ചിട്ട് കളിക്കുന്നില്ല. അതേപോലെ ഇവിടെ വേപ്പിൻ്റെ കുരുക്കൾ വെച്ചിട്ട് കളിക്കുകയാണ്.
അമ്മക്കിതാ അമ്മക്കിതാ. താങ്ക് യു. ഈ ഒരു പുൽത്തകിടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ഫീലിംഗ് ആണ്. മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. പിന്നെ നിറയെ പക്ഷികളാണ് ഇവിടെ. പക്ഷികൾക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിറയെ പക്ഷികളുടെ സൗണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം. കുറച്ച് ഫ്രീ ആയിട്ട് UAE ഗവൺമെൻറ് ഈ പാർക്ക് സംരക്ഷിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഫീ ഒന്നുമില്ല. ക്യാമറ ചെരുപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്തതാണ്, പക്ഷെ ഒത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാർക്കിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു.